കാസർഗോഡ് ലോക്സഭാ മണ്ഡലം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അനീഷ് പയ്യന്നൂരാണ് നമ്മളോടൊപ്പം ഉള്ളത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അനീഷ് പയ്യന്നൂരിനോട് തന്നെ ചോദിച്ചറിയാം. നല്ല പോളിംഗ് ശതമാനമുണ്ട്. ഇനി കുറച്ച് സമയമാകുമ്പോഴേക്കും കുറച്ചും കൂടെ പോളിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കൂടുതൽ നമുക്ക് ഗുണം ചെയ്യും. പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഒരുപാട് ഓപ്പൺ വോട്ട്, കുറേ സ്ഥലങ്ങളിൽ ഒരുപാട് ഓപ്പൺ വോട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ചെറിയൊരു വിഷമം തോന്നുന്നുണ്ട്. കാരണം ഓപ്പൺ വോട്ടിങ് കുറേ കഴിഞ്ഞതാണല്ലോ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പൊതുവെ ശാന്തമാണ്, എല്ലാം സമാധാനപരമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ബൂത്തുകൾ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സമാധാനപരമായിട്ട് തന്നെയാണുള്ളത്. പൂർണ്ണ സുരക്ഷയിൽ ഏർപ്പെടുത്തിയ വോട്ടെടുപ്പിൽ 3 മണിയാകുമ്പോഴേക്കും പോളിംഗ് ശതമാനം 50% അടുത്തു. ചിലർ പോളിംഗ് ബൂത്തുകളിൽ, അതായത് വെസ്റ്റ് എളരി പഞ്ചായത്തിലെ ചീർക്കയം അംഗൻവാടി, ഈസ്റ്റ് എളരി പഞ്ചായത്തിലെ പാലാവയൽ, തോമാപുരം, ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, തിരുമേനി SNDP സ്കൂൾ, പെരിങ്ങോം വൈക്കര പഞ്ചായത്തിലെ ചില ബൂത്തുകളും വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയിരുന്നു. എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവ പരിഹരിച്ച് വോട്ടിംഗ് പുനരാരംഭിച്ചു. രാവിലെ തന്നെ മിക്കവാറും എല്ലാ ബൂത്തുകളിലും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. വോട്ടിങ്ങിനുള്ള കാലതാമസവും ചൂട് കൂടുന്നതിന് മുൻപ് വോട്ട് ചെയ്യുന്നതിനായി ആളുകൾ എത്തിയതുമാണ് തിരക്കിന് കാരണം. വോട്ടിംഗ് മെഷീനിൽ നിന്നും വോട്ട് ചെയ്തതിന് ശേഷം ബീപ്പ് ശബ്ദം വരാൻ ഏകദേശം 7 സെക്കൻഡ് സമയമെടുക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും മിക്കയിടങ്ങളിലും അത് കൂടുതൽ സമയമെടുക്കുന്നതായി നാട്ടുകാർ പറയുന്നു. പേര് വിളിച്ച് കൈക്ക് മഷി പുരട്ടി വോട്ട് ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും 5 മിനിറ്റെങ്കിലും എടുക്കും. ഇത് തന്നെയാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ കാരണവും. മുൻപ് കർണാടക വനാതിർത്തിയോട് ചേർന്ന മാവോയിസ്റ്റ് ഭീഷണിയുണ്ടായിരുന്ന കോഴിച്ചാൽ, ജോസിഗിരി എന്നിവിടങ്ങളിലെ ബൂത്തുകളിൽ വൻ സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. കേരള പോലീസിനെ കൂടാതെ കർണാടക റിസർവ് പോലീസിന്റെ 10ഓളം ആളുകളെ ഇവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ബൂത്തുകളിലും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളതുകൊണ്ടും വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നുവെന്ന് മാത്രമല്ല, ഒരിടത്തും കള്ളവോട്ടോ മറ്റ് പ്രശ്നങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇനി ആര് ജയിക്കും, ആര് ഭരിക്കുമെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.